വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനൊരു 3-4 കോഴിമുട്ട പുഴുങ്ങിയത് അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ലോലിപോപ്പ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് തോട് കളഞ്ഞെടുക്കാം. അതുപോലെ തന്നെ 3-4 ഉരുളക്കിഴങ്ങുണ്ട്, അത് നമുക്ക് കോഴിമുട്ട തോട് കളഞ്ഞെടുക്കാം. ഉരുളക്കിഴങ്ങ് തോട് കളയാം. ഇത് നമുക്കൊന്ന് മാഷ് ചെയ്യണം. ഇതാദ്യം മാഷ് ചെയ്യാം. കോഴിമുട്ട കംപ്ലീറ്റ് ആയിട്ട് തോട് ഒഴിക്കാം. എല്ലാ കോഴിമുട്ടയും ഇതുപോലെ തോട് ഒഴിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ചതക്കിയെടുത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയെടുത്തതാണ്. പിന്നെ മല്ലിയില, പച്ചമുളക്, സവാള പൊടിയായി അരിഞ്ഞ സവാള, അതുപോലെ തന്നെ കുറച്ച് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഓറിഗാനോ, നിർബന്ധമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഗരം മസാല, പെരുംജീരകത്തിൻ്റെ പൊടി, മഞ്ഞളുടെ പൊടി, അത് നമുക്ക് നന്നായി ചേർത്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊക്കെ നന്നായി ഒന്ന് ചേർത്തെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കാം. പുളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതും കൂടെ നമുക്ക് ചേർത്തെടുക്കാം. നല്ല പുളിപ്പും എരിവും ഒക്കെ കണക്കാട്ടോ. ഇനി നമ്മൾ എന്താ വെച്ചാൽ കോഴിമുട്ട എടുക്കുക. ഞാൻ ചെറുതായിട്ടൊരു ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും മുളകൊക്കെ കയറാൻ വേണ്ടിയിട്ട് മാത്രം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. വലിയ പണിയൊന്നും കേട്ടോ. ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കൂട്ട് കുറച്ചെടുക്കുക. കയ്യിൻ്റെ അടിയിലൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഈ കോഴിമുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതേപോലെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ നമുക്ക് അടുത്തും ചെയ്ത് കൊടുക്കാം. കോഴിമുട്ട എടുക്കാം. ഇത് കയ്യിൻ്റെ അടി വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പരത്തിയത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഈ കോഴിമുട്ട നമ്മൾ പരത്തിയെടുത്തേക്ക് വെച്ച് കൊടുക്കുക.
നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ എന്താ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്താൽ അതുപോലെ തന്നെ കോഴിമുട്ട എടുക്കുക, ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതിനൊക്കെ ഹോൾസ് ഇട്ടതാണ്. എന്നിട്ട് ഇതുപോലെ കൂട്ടെടുത്ത് പരത്തുക, കോഴിമുട്ടയിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല ഷേപ്പാക്കി എടുക്കണേ. നമുക്കിത് പൊരിക്കാം. അതിന് മൈദ കലക്കാം. നമുക്കത് മുക്കാനുള്ള മൈദ കലക്കി വെച്ചിട്ടുണ്ട്. ഈ മൈദയിൽ ഡിപ്പ് ചെയ്യാം. അതുപോലെ ബ്രെഡ് ക്രംസും ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം നമുക്കിതിനെ മൈദയിൽ ഇട്ട് കൊടുക്കാം. മൈദയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യണം. നന്നായി കോട്ട് ചെയ്തെടുക്കുക. നന്നായി കോട്ട് ചെയ്തിട്ട് ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റും ചെയ്തെടുക്കാം. മുക്കിയെടുക്കുക. നന്നായി മുക്കിയെടുക്കണം. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് മുക്കി കൊടുക്കുക. ഇത് മൊരിയട്ടെ. ഇത് ഇതേമാതിരി ഇങ്ങനെ തിരിച്ച് വയ്ക്കുക. നല്ലൊരു കളറാവും. ഉണ്ടോ? നല്ലൊരു കളറാവും. തിരിച്ച് വെച്ച് വെക്കുമ്പോൾ ആ ഭാഗം മരുന്നാൽ നമുക്ക് എടുക്കാം. ഇത് മരുന്നിട്ടുണ്ട്. ഇതേപോലെ മരുന്ന് വരുവേ. കണ്ടോ? നല്ലൊരു കളറായിട്ട്. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് അടുത്തത് ഇട്ട് വെക്കാം. ഇതേമാതിരി മൈദയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. മൈദ നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് മുക്കി കൊടുക്കുക. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് നന്നായി പൊതിഞ്ഞ് വെക്കണം. അതുപോലെ അങ്ങനെ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റും അതുപോലെ ചെയ്യും. ഇത് നമുക്ക് കോരാം. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം. നമുക്ക് പാത്രത്തേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലോലിപോപ്പ് പൊരിച്ചതൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഉണ്ടോ? ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. നല്ല സോസ് നോക്കിയിട്ട് കഴിച്ചാൽ മതി. ഇതുപോലെ
നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.